ത്തിലേക്ക് ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ പിതാവിന് നേരെ ആക്രമണം, കുത്തേറ്റിരിക്കുന്നു പിതാവിന് എന്നുള്ളതാണ്. ഈ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുൻ്റെ ബന്ധുവാണ് ഈ പിതാവിനെ കുത്തിയത് എന്നതാണ് ഇപ്പോൾ അറിയാനാകുന്ന വിവരം. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആൻ്റണി ചേരുന്നു. ബിനീഷ്, വളരെ ഗൗരവമുള്ള സാഹചര്യം, പ്രതിഷേധങ്ങൾ വിവിധ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്, പിതാവിന് കുത്തേൽക്കുന്നത് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിംഷാദ്, അല്പം മുമ്പാണ് ഈ പ്രതിയുടെ സഹോദരൻ, അതായത് ഈ കുറ്റമുക്തനാക്കപ്പെട്ട പ്രതിയുടെ സഹോദരനായി വാക്കുതർക്കം ഉണ്ടായത്. അതായത് ഈ പെൺകുട്ടിയുടെ പിതാവും അമ്മാവനും കൂടെ ഈ വണ്ടിപ്പെരിയാർ ടൗണിലേക്ക് പോകുന്നു. തുടർന്ന് ഈ പിതാവ് നടന്നു പോകെ ഈ കുറ്റമുക്തനാക്കപ്പെട്ട ഈ പിതാവിന്റെ സഹോദരൻ, അർജുന്റെ പിതാവിന്റെ സഹോദരൻ എന്തോ ഇവരെ ആംഗ്യം കാണിക്കുകയും തുടർന്ന് ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് ഇദ്ദേഹം ഈ അർജുന്റെ പിതാവിന്റെ സഹോദരൻ കടയിൽ നിന്ന് കത്തിയെടുത്ത് വന്ന് വീണ്ടും ഇവരെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് ആക്രമിക്കുകയായിരുന്നു. ഏതായാലും ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ തുടയ്ക്കാണ് കുത്തേറ്റിരിക്കുന്നത്. ഈ വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നിരവധി പ്രതിഷേധങ്ങളും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ സാഹചര്യത്തിൽ ഈ അർജുന്റെ, അതായത് ഈ കുറ്റമുക്തനാക്കപ്പെട്ട അർജുന്റെ കുടുംബം ഹൈക്കോടതിയിൽ തങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന ഹൈക്കോടതിയോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഈ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം പോലീസ് ഇവർക്ക് ഈ മാതാപിതാക്കൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. നിരവധി തവണ ഈ ഇരുവരും തമ്മിൽ, ഈ പെൺകുട്ടിയുടെ അച്ഛനും പെൺകുട്ടിയുടെ അച്ഛനും അതോടൊപ്പം തന്നെ ഈ അർജുന്റെ ബന്ധുക്കളും തമ്മിൽ തന്നെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഈ അർജുന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഈ ഉത്തരവ് വാങ്ങിയത്. പോലീസ് സംരക്ഷണം തങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് വേണമെന്നുള്ള ഒരു ഉത്തരവ് വാങ്ങിയതിനെ തുടർന്ന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ അർജുന്റെ പിതാവിന്റെ സഹോദരനായിട്ട് ഈ വണ്ടിപ്പെരിയാർ ടൗണിൽ ഒരു കടയുണ്ടായിരുന്നു. കുറെ നാളായി ഈ പ്രശ്നത്തെ തുടർന്ന് ഇത് കുറെ നാളായി അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീടാണ് ഈ കട തുടർന്ന് പ്രവർത്തിച്ചത്. ഈ സമയത്തായിരുന്നു ഈ പെൺകുട്ടിയുടെ പിതാവും അമ്മാവനും ഈ ടൗണിലെത്തുകയും തുടർന്ന് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇങ്ങനെ ഒരു കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും പോലീസ് വിശദമായി അന്വേഷിച്ചു വരുന്നുണ്ട്. കൂടുതൽ പോലീസ് സേനയെ മിക്കവാറും ഈ വിന്യസിക്കാനുള്ള ഒരു സാധ്യത കാണുന്നത്. കാരണം ഇത് വലിയൊരു പ്രതിഷേധങ്ങൾക്ക് വീണ്ടും ഇടയാക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. ഏതായാലും ഈ പരിക്ക് ഗുരുതരമല്ല. പരിക്ക് അത്തരത്തിൽ ഈ ഗുരുതരമാണെങ്കിൽ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജിംഷാദ്, കുട്ടിയുടെ പിതാവിന് കുത്തേറ്റു. കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ ബന്ധുവാണ് കുത്തിയത്. പാൽരാജ് എന്ന ആൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇതിൻ്റെ വിവരങ്ങൾ, വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആൻ്റണി നൽകിയത്.